മൂന്നാം വർഷവും ആറളം ഫാം പുനരധിവാസ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് ബാഗും കുടയും നോട്ട്ബുക്കും എത്തിച്ചു നൽകി പുനരധിവാസ മേഖലയിലെ താമസക്കാരി മല്ലിക സുഗു. ആറളം കാളിക്കയം ഓമനമുക്ക് അംഗനവാടികളിലായി 30ഓളം കുട്ടികൾക്കാണ് ബാഗും കുടയും നൽകിയത്. ആറളം ഫാം പുനരധിവാസ മേഖലയിലെ അംഗൻവാടി കുട്ടികൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കുമാണ് മേഖലയിലെ താമസക്കാരി മല്ലിക സുഗു ബാഗും കുടയും പുസ്തകങ്ങളും എത്തിച്ചു നൽകിയത്. ഇത്തവണ ആറളം കാളികയം ഓമനമുക്ക് അംഗൻവാടികളിലായി 30ഓളം കുട്ടികൾക്കാണ് ബാഗും കുടയും നൽകിയത്. ഇതോടൊപ്പം തന്നെ പുനരധിവാസ മേഖലയിൽ നിന്നും സ്കൂളിലേക്ക് പോകുന്ന 60ഓളം വിദ്യാർത്ഥികൾക്ക് കുടയും ബാഗും നോട്ട്ബുക്കും ഇൻസ്ട്രുമെന്റ് ബോക്സും നൽകി. 3 വർഷം മുൻപാണ് ഇത്തരത്തിലൊരാശയം മല്ലികയ്ക്ക് തോന്നിയത്. വിദ്യാർത്ഥികളെ സഹായിക്കാൻ സുമനസ്സുകളിൽ നിന്നാണ് സഹായങ്ങൾ വാങ്ങിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ സന്തോഷമുണ്ടെന്ന് മല്ലിക പറഞ്ഞു. വളയഞ്ചാല് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇക്കോ ടൂറിസത്തിന് ഭാഗമായിട്ട് ഞാൻ അവിടെ ഇടയ്ക്ക് ഗൈഡായിട്ട് പോകും. ചിലപ്പോൾ ഇക്കോ ഷോപ്പിലിരിക്കും. അങ്ങനെയാണ് ഒരു സാമൂഹ്യ പ്രവർത്തകൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരേതാ മറ്റു പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ബുക്കാണെങ്കിൽ കൂടെയൊക്കെ എത്തിച്ചു കൊടുക്കുന്നതാണ്. ഞാൻ പറഞ്ഞു, സാർ എനിക്കങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, കുറേ നാളായി മനസ്സിലുള്ള ആഗ്രഹമാണ്. അപ്പം അങ്ങനെ ചെയ്യാൻ നിങ്ങൾ എന്നെ സഹായിക്കുമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ സഹായിക്കാമെന്ന്. അത് ഞാനടുത്ത് അന്ന് അങ്ങനെ പറഞ്ഞിട്ട് വെറുതെ പോയതായിരിക്കും. പക്ഷേ മെയ് ലാസ്റ്റ് ആകുമ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു. അപ്പോൾ ഈ വർഷം അങ്ങനെ തന്നെയാണ്. ഈ വർഷമുണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് 60 ബാഗ് 60 കുടയും 400 ബുക്കും കളക്ട് ചെയ്തിട്ടുണ്ട്. ബോക്സ് ഉണ്ട്, കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി കുറച്ച് പേരോട് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് കിട്ടുമായിരിക്കാം. കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ കുട്ടികൾക്ക് കൊടുക്കണം എന്നാണ് ആഗ്രഹം. മല്ലികയോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനത്തിന് എല്ലാ സഹായങ്ങളുമായി ഭർത്താവ് സുഗുവുമുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.